ഉപ്പ് നോക്കാൻ ഒരു കേന്ദ്ര സർവീസ്, ഇന്ത്യൻ സോൾട്ട് സർവീസ്, അങ്ങനെയും ഒരു കേന്ദ്ര സർവീസ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിലുള്ള തസ്തികകളുടെ എണ്ണത്തിൽ ഏറ്റവും ചെറിയ സർവീസുകളിൽ ഒന്നാണിത്. ഇന്ത്യയിലെ ഉപ്പ് വ്യവസായത്തെ നിയന്ത്രിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുക തുടങ്ങിയവയാണ് സോൾട്ട് സർവീസിലുള്ളവരുടെ പ്രധാന ചുമതല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യൻ സോൾട്ട് സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. രാജസ്ഥാനിലെ ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോൾട്ട് ഓർഗനൈസേഷനിലേക്കും അനുബന്ധ സ്ഥാപനങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമനം ലഭിക്കുക. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ് സോൾട്ട് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. സോൾട്ട് കമ്മീഷണറാണ് ഇന്ത്യൻ സോൾട്ട് സർവീസിലെ ഉയർന്ന റാങ്ക്. ഈ തസ്തികയ്ക്ക് കീഴിലായിട്ട് 5 ഡെപ്യൂട്ടി സോൾട്ട് കമ്മീഷണർമാരും 9 അസിസ്റ്റന്റ് സോൾട്ട് കമ്മീഷണർമാരും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും സേവനമനുഷ്ഠിക്കുന്നു. ഡെപ്യൂട്ടി സോൾട്ട് കമ്മീഷണർമാർ റീജിയണൽ ഓഫീസുകളുടെയും അസിസ്റ്റന്റ് സോൾട്ട് കമ്മീഷണർമാർ സംഘടനയുടെ ഡിവിഷണൽ ഓഫീസുകളുടെയും ചുമതല വഹിക്കുന്നു. ചെന്നൈ, മുംബൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ 4 പ്രാദേശിക ഓഫീസുകളും ഉപ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഫീൽഡ് ഓഫീസുകളും ഉണ്ടാകും. 1856 ബ്രിട്ടീഷ് പ്രവിശ്യകൾക്കുള്ളിൽ ഉപ്പിൽ നിന്നുള്ള ഏകീകൃത വരുമാന സമ്പ്രദായം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ ബോർഡ് ഓഫ് റവന്യൂ സെക്രട്ടറിയായിട്ടുള്ള വില്യം ചിച്ചലെ പ്ലോഡനെ ബ്രിട്ടീഷ് സർക്കാർ നിയമിക്കുന്നത്. ഉപ്പിൻ്റെ എക്സൈസ് സമ്പ്രദായം, തീരുവ കുറയ്ക്കൽ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. 1876 സോൾട്ട് കമ്മീഷണറുടെ കീഴിൽ പ്രത്യേക വകുപ്പുകൾ സ്ഥാപിക്കപ്പെട്ടു. അവ ഓരോ ബ്രിട്ടീഷ് പ്രവിശ്യയ്ക്കും കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യക്കുള്ളിൽ ഉപ്പ് കൈകാര്യം ചെയ്തിരുന്ന വിഭാഗം സർക്കാരിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലായി. തുടർന്ന് ഉപ്പിൽ നിന്നുള്ള വരുമാനം ശേഖരിക്കുന്ന ചുമതല ഗവൺമെൻറ് ഏറ്റെടുത്തു. ഉപ്പിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ കൈകാര്യ ചുമതല അതത് പ്രവിശ്യാ ഉപ്പ് ഏജൻസികളിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാരിന് കീഴിലായി. 1944 ഇന്ത്യ ഗവൺമെൻറ് സെൻട്രൽ എക്സൈസ് ആൻഡ് സോൾട്ട് ആക്ട് പാസാക്കി. അതോടെ എക്സൈസ്, ഉപ്പ് എന്നിവയുടെ തീരുവകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ നിയമങ്ങളും ഏകീകരിച്ചു. സ്വാതന്ത്ര്യത്തിനു ശേഷം ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് റവന്യൂവിൻ്റെ ഭാഗമായിരുന്നു ഈ വിഭാഗം. പിന്നീട് 1957 ഈ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പുനഃസംഘടനയ്ക്ക് ശേഷം അത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലായി.